നിങ്ങൾ പല കാലഘട്ടങ്ങളിലായി പലതരത്തിലുള്ള ചെയറുകൾ കണ്ടിട്ടുണ്ടോ? പലവിധ ഡിസൈനിലുള്ള, പലവിധ മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ചെയറുകൾ. എന്നാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുണ്ടാവുന്ന ഈ ചെയറിലായിരിക്കും. എവിടെ നോക്കിയാലും ഏതൊരു ഫംഗ്ഷന് പോയാലും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഈ ചെയർ. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഈ ചെയറിൽ ഇരുന്നു കൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ചെയറിന് ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടാവുന്നത്? മറ്റു ചെയറുകൾ അപേക്ഷിച്ച് എന്ത് പ്രത്യേകതയാണ് അല്ലെങ്കിൽ എന്ത് സീക്രട്സ് ആണ്? എന്തുകൊണ്ടാണ് ഈ ചെയർ ഇത്രയധികം പോപ്പുലർ ആവാൻ കാരണം? ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള, എവിടെ ചെന്നാലും ഒരു റെസ്റ്റോറൻറ്റിലും ഒരു ഫംഗ്ഷൻ നോക്കിയാലും എവിടെ ചെന്നാലും ഏറ്റവും കൂടുതൽ കാണാവുന്ന ഒരു ചെയറാണ്. ഈ ചെയറിൻ്റെ സീക്രട്സിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ചെയർ ഇത്രയധികം പോപ്പുലർ ആവാനുള്ള കാരണങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ ആണിത്. ഈ ചെയറിൽ പലതവണ എന്നിട്ടുണ്ടെങ്കിലും പലർക്കും ഈ ചെയറിൻ്റെ പേര് അറിയില്ല. മോണോബ്ലോക്ക് ചെയർ എന്നാണ് ഈ ചെയർ അറിയപ്പെടുന്നത്. മോണോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സിംഗിൾ അല്ലെങ്കിൽ ഒന്ന് എന്നാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവും ഒരു സിംഗിൾ പീസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഏത് വസ്തുവിനെയും ബ്ലോക്ക് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ മോണോ ബ്ലോക്ക്, അതായത് ഈ ചെയർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരൊറ്റ സിംഗിൾ പീസിൽ നിന്നാണ് ഈ ചെയർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സാധാരണ കണ്ടിട്ടുള്ള ചെയറുകളെല്ലാം തന്നെ പലവിധ മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ പരസ്പരം നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ചേർത്തു അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു, അങ്ങനെ പല രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലുകൾ തമ്മിൽ ചേർത്തിട്ടാണ് ഒരു ചെയർ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ മോണോ ബ്ലോക്ക് ചെയർ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരൊറ്റ പീസിൽ നിന്നാണ് ഈ ചെയർ ഉണ്ടാക്കിയെടുത്തത്. ഈ ചെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ്. ഈ ചെയറിന് ഇത്രയധികം പോപ്പുലാരിറ്റി ഉണ്ടാകാൻ കാരണമായ 10 കാരണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആയിരത്തി 1946 ഈ ചെയർ ആദ്യമായി ഡിസൈൻ ചെയ്തെടുക്കുന്നത്. കനേഡിയൻ ഡിസൈനറായ ഡഗ്ലസ് സി സിംപ്സൺ ആണ് ഈ ചെയർ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വലിയ വിജയമൊന്നുമായിരുന്നില്ല ഈ ചെയർ. അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള മറ്റു ചെയറുകളെ അപേക്ഷിച്ച് ഈ ചെയറിന് വലിയ വിജയമൊന്നും നേടാൻ സാധിച്ചില്ല. എന്നാൽ പോലും ഇതിൻ്റെ ഡിസൈൻ അന്നത്തെ കാലഘട്ടത്തെ ആൾക്കാരിൽ വലിയ അത്ഭുതമുണ്ടാക്കിയിരുന്നു. കാരണം അന്ന് വരെ ആരും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആധുനികമായ ഒരു ഡിസൈനായിരുന്നു ഇത്. കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലും ഈ ഡിസൈൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഇപ്പോഴും പുതുമയോടെ നിലനിൽക്കുന്ന ഡിസൈനാണ് മോണോബ്ലോക്ക് ചെയറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. എസ് എന്ന മോഡൽ, അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് എന്ന അക്ഷരത്തിൻ്റെ അതേ മോഡലിലുള്ള ഒരു ചെയറാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന കാലഘട്ടത്തിലുള്ള ചെയറുകളെ അപേക്ഷിച്ച്, അതിൻ്റെ ആകൃതി അപേക്ഷിച്ച്, അതിൻ്റെ രൂപഭാവനകളെ പറ്റി നോക്കുമ്പോൾ ഈ ചെയർ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം എസ് മോഡലിലുള്ള ഒരു ചെയർ അതിനു മുമ്പ് ആരും തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്ലാസ്റ്റിക് റവല്യൂഷൻ. ഒരു കാലഘട്ടത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക്കിൻ്റെ വലിയ രീതിയിലുള്ള വിപ്ലവമാണ് ഉണ്ടായത്. കാരണം നമ്മൾ നിത്യത്തിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും പല സാധനങ്ങളും പ്ലാസ്റ്റിക്കിലേക്ക് രൂപമാറ്റം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലേക്ക് കൺവേർട്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ തടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മെറ്റലുകൾ കൊണ്ടോ നിർമ്മിച്ച സാധനങ്ങളായിരുന്നു. അതെല്ലാം തന്നെ കാലാന്തരത്തിൽ പ്ലാസ്റ്റിക്കിലേക്ക് മാറിയ ഒരു കാലഘട്ടം. അത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു റവല്യൂഷൻ ഉണ്ടായി. കൂട്ടത്തിൽ ചെയറും അത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെതായിട്ടുള്ള ആ ഒരു കൺവേർഷനിലേക്ക്, ആ റവല്യൂഷനിലേക്ക് മാറി. അപ്പോൾ മോണോബ്ലോക്ക് ചെയറുകൾ വളരെ പെട്ടെന്ന് മാസീവായി മാസ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയാൻ വേണ്ടി വലിയ രീതിയിൽ വ്യാപകമായി ഉണ്ടാക്കിയെടുക്കുകയും വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്ലാസ്റ്റിക് റവല്യൂഷനും മോണോബ്ലോക്ക് ചെയറുകൾ വലിയ രീതിയിൽ വ്യാപകമായി ഉണ്ടാകുന്നതിലും പോപ്പുലർ ആവുന്നതിലും വലിയ പ്രാധാന്യമുണ്ടാക്കിയ ഒരു കാരണമാണ്. അഫോർഡബിലിറ്റി. ഏത് സാധനം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് അതിൻ്റെ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വിലയാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ അന്നും ഇന്നും വാങ്ങാവുന്ന ചെയറാണ് മോണോബ്ലോക്ക് ചെയറുകൾ. പല കാലഘട്ടങ്ങളിലും അന്ന് നിലനിന്നിരുന്ന അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന ചെയറുകളെ അപേക്ഷിച്ച് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് പോലും വാങ്ങാവുന്ന രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ലഭ്യമായ ചെയറുകളാണ് മോണോബ്ലോക്ക് ചെയറുകൾ.
സാധാരണയായി ചെയറുകൾ ധാരാളമായി ഒരു ഫംഗ്ഷന് വേണ്ടിയോ മറ്റാവശ്യമൊക്കെ വേണ്ടിയോ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അത്തരം ചെയറുകൾ സൂക്ഷിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അത്തരം ചെയറുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ്. അപ്പോൾ ചെയറുകളുടെ ഭാരം, വെയിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. 2.5 കിലോയിൽ താഴെ മാത്രം ഭാരമുള്ളവയാണ് ഈ മോണോബ്ലോക്ക് ചെയറുകൾ. അതിനാൽ തന്നെ അനായാസം ഈ ചെയറുകൾ ഒരുമിച്ച് കൂട്ടത്തോടെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവിടെ അത് ഉപയോഗിക്കുവാനും കൈകാര്യം ചെയ്യുവാനും സാധിക്കും. അതിനാൽ തന്നെ ഈ ചെയറുകളുടെ വെയിറ്റും വളരെ വലിയ രീതിയിൽ ഈ ചെയർ വ്യാപകമായി ആളുകളിലേക്ക് എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഏറ്റവും വിലക്കുറവിൽ ആളുകൾക്ക് ലഭ്യമായ ചെയറാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെയർ കൂടിയാണ് മോണോബ്ലോക്ക് ചെയറുകൾ എന്ന് പറയുന്നത്. പോളിപ്രൊപ്പലിൻ എന്ന രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് ഈ ചെയർ നിർമ്മിക്കുന്നത്. അത് മാത്രമല്ല, വളരെ കുറച്ച് പണിക്കാരെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെയറുകളാണ് മോണോബ്ലോക്ക് ചെയറുകൾ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിംഗിൾ പീസ് ചെയർ ആയതിനാൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു മോൾഡിൽ ഏറ്റവും ഈസിയായി ഏറ്റവും അധികം ചെയറുകൾ ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്ന ചെയറുകളാണ് മോണോബ്ലോക്ക് ചെയറുകൾ. ഇതും ഈ ചെയറുകൾ പോപ്പുലർ ആവാൻ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. കൺവീനിയൻസ്. സാധാരണ പലപ്പോഴും ഫംഗ്ഷനുകൾ നടത്താറുള്ളത് ഇൻഡോർ ഫംഗ്ഷനുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഔട്ട്ഡോർ ഫംഗ്ഷനുകൾ ഉണ്ടാവും. ഔട്ട്ഡോർ ഫംഗ്ഷനിലാണെങ്കിൽ മഴ, വെയിൽ തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതായത് ധാരാളം സമയം മഴയിലോ അതുപോലെ തന്നെ വെയിലത്തോ ഈ ചെയറുകൾ ഉപയോഗിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. മറ്റ് ചെയറുകളെല്ലാം തന്നെ കാലക്രമേണ ദ്രവിക്കുകയോ മറ്റു പല രീതിയിൽ കാലപ്പഴക്കം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഇത്തരം ചെയറുകൾക്ക് മഴ, വെയിൽ തുടങ്ങിയവയെ അതിജീവിക്കുവാൻ കഴിയുന്ന രീതിയിൽ പ്രത്യേക രീതിയിലുള്ള ഡിസൈനുകളാണ് ഇവയ്ക്കുള്ളത്. മഴ, വെയിൽ, കാറ്റ് തുടങ്ങിയവയ്ക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നതിൽ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ചെയറുകളായതിനാൽ തന്നെ അവയ്ക്ക് പ്രതിരോധിക്കാൻ ഈ ചെയറുകൾക്ക് ധാരാളമായി സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ കാലക്രമേണ ഈ ചെയറുകൾ ഉപയോഗശൂന്യമായാൽ പോലും വളരെ കുറഞ്ഞ ചിലവിൽ വാങ്ങിയവ ആയതിനാൽ തന്നെ അവയ്ക്ക് പകരം റീപ്ലേസ് ചെയ്ത പുതിയ ചെയറുകൾ ഉപയോഗിക്കുവാനും സാധിക്കുമെന്നുള്ളത് ഈ ചെയറുകൾ പോപ്പുലർ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഇത്തരത്തിൽ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഈ ചെയർ ഇത്രയധികം പോപ്പുലറായി മാറുന്നത്. ഇന്നും ഈ ചെയറുകൾ ഏറ്റവും കൂടുതൽ പോപ്പുലറായി തന്നെ നിലനിൽക്കുന്നു.